സ്നേഹപിതാവായ ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ മാറ്റമില്ലാത്ത സുവിശേഷം ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുവാൻ എനിക്ക് ഒരവസരം തന്നതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുകയും അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, ഈ വചനപ്രഘോഷണം കേൾവിക്കാരിലെത്തിക്കുവാൻ ഈ ശുശ്രൂഷയെ സഹായിക്കുന്ന സാങ്കേതിക വിദഗ്ധരെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയും പ്രാർത്ഥന കൊണ്ടും പണം കൊണ്ടും മറ്റ് വിധങ്ങളിലെല്ലാം എന്നെ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ. ഇന്ന് എസ്തേറിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. പഴയ നിയമത്തിലെ എസ്തേറിൻ്റെ പുസ്തകം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇടപെടുക എന്ന് നമുക്ക് പോലും അറിയില്ല. ഒരു ദൈവിക ഇടപെടലിൻ്റെ അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് എസ്തേറിൻ്റെ പുസ്തകം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ ബെൽഷാസർ രാജാവ് ഒരു വിരുന്ന് നടത്തുകയും ആ വിരുന്നിൻ്റെ വേളയിൽ രാജാവ് ചെയ്യുന്ന ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവർത്തികൾ, രാജാവിൻ്റെ അഹങ്കാരം, വിനയമില്ലായ്മ, എളിമയില്ലായ്മയ്ക്ക് ശിക്ഷ കിട്ടുന്നു, രാജാവ് കൊല്ലപ്പെടുന്നു, രാജ്യം ഗ്രീക്കുകാർക്കും പേർഷ്യക്കാർക്കുമായി വിഭജിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ വിരുന്ന് നടത്തി രാജ്യം നഷ്ടപ്പെട്ട ബെൽഷാസർ രാജാവ് ഇപ്പോൾ വിരുന്നുകളെയൊക്കെ വിശദീകരിക്കുന്നതിൻ്റെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാക്കാൻ ആ സംഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് ഇതുപോലെ തന്നെ മറ്റൊരു വിരുന്നിലേക്ക് നമ്മൾ പോവുകയാണ്. എസ്തേറിൻ്റെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അഹസ്വേരൂസ് രാജാവ്. ഞാൻ പേരൊന്നും കൂടെ പറയാം. അഹസ്വേരൂസ് രാജാവ്. ഈ രാജാവ് ഒരു വിരുന്നൊരുക്കുന്നു. ആ വിരുന്നൊരുക്കുന്ന സമയത്ത് 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹസ്വേരൂസ് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തൻ്റെ 3-ാം ഭരണവർഷം തൻ്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെയും മേദ്യയിലെയും സേനാധിപന്മാർക്കും പ്രവിശ്യകളിലെ പ്രഭുക്കന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്ന് നൽകി. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന രാജാവ് തൻ്റെ 3 വർഷം തികയ്ക്കുമ്പോൾ, നമ്മുടെ നാട്ടിലിപ്പോൾ കാണാറുണ്ട്, ഓരോ വർഷം ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ 1 വർഷം തികച്ചതിൻ്റെ ആഘോഷം, 2-ാം വർഷത്തെ ആഘോഷം, 3-ാം വർഷം, 4-ാം വർഷം, 5-ാം വർഷത്തെ ആഘോഷം അധികം നടക്കാറില്ല. കാരണം 5-ാം വർഷം മിക്കവാറും തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് വലിയ ആഘോഷം ഉണ്ടാവാറില്ല. എങ്കിലും പത്രങ്ങളിലൊക്കെ വലിയ പരസ്യങ്ങൾ, ഭരണ നേട്ടം എന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ട്. ഇവിടെ എന്തായാലും അഹസ്വേരൂസ് രാജാവ് അദ്ദേഹം ഈ ദേശം മുഴുവൻ പിടിച്ചെടുക്കുന്നു. പ്രത്യേകിച്ച് അന്നുണ്ടായിരുന്ന പ്രബല രാജ്യങ്ങളായ അസീറിയൻ രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, മെസപ്പൊട്ടോമിയൻ സാമ്രാജ്യം, ബാബിലോൺ സാമ്രാജ്യം, ഈജിപ്തിലെ ഫറവോയുടെ സാമ്രാജ്യം, അങ്ങനെ പല സാമ്രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെടുന്നതിനെയൊക്കെ അഹസ്വേരൂസ് രാജാവ് യുദ്ധം ചെയ്ത് കീഴടക്കുകയും ഒറ്റ രാജ്യമായി മാറുകയും ആ രാജ്യത്തിനൊക്കെ ഭരണക്രമമുണ്ടാക്കി. എന്താണ് ഭരണക്രമം? പ്രവിശ്യയിലെ പ്രഭുക്കന്മാർക്ക് ഈ രാജ്യത്തെ ഒരു സൈന്യമുണ്ടാക്കുന്നു, സേനാധിപന്മാരെ നിശ്ചയിക്കുന്നു, പ്രവിശ്യകൾക്ക് പ്രഭുക്കന്മാരെ വയ്ക്കുന്നു. ഇപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിയോ ഗവർണറെയൊക്കെ നിശ്ചയിക്കുന്ന പോലെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. അതിന് താഴെ നാടുവാഴികൾക്ക്, പ്രഭുക്കന്മാരുടെ താഴെ നാടുവാഴികൾ, അതിന് താഴെ സേവകന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ഭരണ സ്ട്രക്ചർ പോലെ തന്നെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ, അത് കഴിഞ്ഞാൽ ജില്ലാ ഭരണകൂടം,
ഇത് കഴിഞ്ഞാൽ പഞ്ചായത്ത് ഭരണകൂടം, ബ്ലോക്ക് ഭരണകൂടം എന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു വിഭജനം നടക്കുന്നു. അപ്പോൾ ഭരണക്രമം ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു ഭരണ സംവിധാനമൊക്കെ ഉണ്ടാക്കി 3-ാം വർഷം രാജ്യത്തെ യുദ്ധമൊക്കെ അവസാനിച്ച് സമാധാനമായ സമയത്ത് വലിയ വിരുന്ന് നടത്തുന്നു. ആ വിരുന്ന് നടത്തുന്നതിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. ഈ ആളുകളെയൊക്കെ വിളിച്ചു, പ്രഭുക്കന്മാരെ, സേവകന്മാരെ, ഭരണാധിപന്മാരെ, സൈന്യാധിപന്മാരെ എല്ലാവരെയും വിളിച്ചു. ആ വിളിച്ചതിൻ്റെ ഉദ്ദേശം പറയുന്നുണ്ട്. തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ സമൃദ്ധിയും തൻ്റെ പ്രതാപ ഐശ്വര്യങ്ങളുടെ ആഡംബരപൂർണ്ണതയും അവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണത്തിൻ്റെ നേട്ടങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഒരു വലിയ എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ അവിടെ ഈ ഭരണത്തിൻ്റെ 5-ാം വർഷം, 7-ാം വർഷം എന്നൊക്കെ പറഞ്ഞ് LDFൻ്റെ 1-ാം ഭരണം, 2-ാം ഭരണം, BJPയുടെ അല്ലെങ്കിൽ മോഡിയുടെ 1-ാം ഭരണം, 2-ാം ഭരണം, 3-ാം ഭരണം എന്നൊക്കെ പറഞ്ഞിട്ട് എക്സിബിഷനുകളൊക്കെ നടക്കുന്ന പോലെ തന്നെ രാജകീയ മഹത്വത്തിൻ്റെ സമൃദ്ധിയും തൻ്റെ പ്രതാപൈശ്വര്യങ്ങളുടെ ആഡംബരപൂർണ്ണതയും അവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചു. എന്ന് പറഞ്ഞ് രാജ്യം സുശക്തമായി രാജ്യത്തിൻ്റെ ഭരണ നേട്ടങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് തലസ്ഥാനമായ സൂസായിലുണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാന അങ്കണത്തിൽ 7 ദിവസം നീണ്ടുനിന്ന വിരുന്ന് നൽകി. ഭരണ നേട്ടത്തിൻ്റെ ജനത്തിന് അതൊരു ആഘോഷമായി മാറണം. രാജാവിനോട് എതിർപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ എതിർപ്പൊക്കെ അതോടുകൂടി ഇല്ലാതെയാവണം. അതിനുവേണ്ടി 7 ദിവസം നീണ്ടുനിന്ന വിരുന്ന് നൽകുകയാണ്. ആ 7 ദിവസം വീണ്ടും നിൽക്കുമ്പോൾ പറയുകയാണ്, ആ നാട്ടിലുണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും വിരുന്ന് കൊടുത്തു. അവിടെ മാർബിൾ സ്തംഭങ്ങളിലുള്ള വെള്ളി വളയങ്ങളിൽ ചെമന്ന് നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തിത്തുണി കൊണ്ടുള്ള വെളുപ്പും നീലമായ യവനികൾ തൂക്കിയിട്ടിരുന്നു. അപ്പോൾ ഈ സദ്യ നടക്കുന്ന അല്ലെങ്കിൽ ഡിന്നർ നടക്കുന്ന സ്ഥലത്ത് നല്ല വെൽ ഫേർണിഷ്ഡായിട്ട് കർട്ടനുകളൊക്കെ ഇട്ട് നല്ല ഉഗ്രനാക്കി ചെയ്തിട്ടുണ്ട്. അമൃതശില, വെണ്ണക്കല്ല്, മുത്തുച്ചിപ്പി, രത്നക്കല്ല് ഇവ പടുത്ത് വർണ്ണശബളമാക്കിയ തളത്തിൽ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു. വിവിധതരം പൊൻചഷകങ്ങളിലാണ് പാനീയങ്ങൾ പകർന്നിരുന്നത്. രാജകീയ വീഞ്ഞും രാജാവിൻ്റെ ഔദാര്യമനുസരിച്ച് നിർലോഭം വിളമ്പി. അപ്പോൾ എല്ലാവിധ സമ്പൽ സമൃദ്ധി വിളിച്ചോതുന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇതിൽ കല്യാണ മണ്ഡപം അല്ലെങ്കിൽ ഓഡിറ്റോറിയമൊക്കെ കല്യാണത്തിൻ്റെ സമയത്ത് എടുത്ത് വീണ്ടും സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ആളുകളെ ചുമതലപ്പെടുത്തുന്ന തരത്തിൽ തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. രാജകീയ വീഞ്ഞും രാജാവിൻ്റെ ഔദാര്യം അനുസരിച്ച് നിർലോഭം വിളമ്പി. ഇപ്പോൾ രാജാക്കന്മാർ കഴിക്കുന്ന തരത്തിലുള്ള വീഞ്ഞ് വിളമ്പുന്നു. എന്നിട്ട് പറയാണ് 8-ാമത്തെ വാക്യം, കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു, എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല. കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു, അതായത് മദ്യപാനത്തിന് അവിടെ നിരോധനാജ്ഞയൊന്നും ഇല്ല. നമ്മുടെ അവിടെ നാട്ടിൽ ചില ലഹരി പദാർത്ഥങ്ങൾക്ക് നിരോധനാജ്ഞ ഉണ്ട്. അതുപോലെ തന്നെ പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കുക, പൊതുസ്ഥലത്ത് നിന്ന് പുകവലിക്കുന്നതൊക്കെ നിയമലംഘനമാണ്. പക്ഷെ ഇവിടെ കുടിക്കുന്നത് നിയമവിധേയമായിരുന്നു, ആരെയും പക്ഷെ നിർബന്ധിച്ച് കുടിപ്പിച്ചിരുന്നില്ല. ഇതേ സമയം തന്നെ അഹസ്വേരുസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വാഷ്തി രാജ്ഞി ഒരു വിരുന്ന് നൽകി. രാജാവിൻ്റെ ഭാര്യയും വിരുന്ന് കൊടുക്കുന്നു, രാജാവും വിരുന്ന് കൊടുക്കുന്നു. ഈ രാജാവ് ഇങ്ങനെ വിരുന്നൊക്കെ കൊടുത്ത് 7-ാം ദിവസം 7 ദിവസമായിട്ട് പ്രത്യേകിച്ച് രാജ്യത്തെ പരിപാടികളൊന്നുമില്ല. രാജാവ് ഇങ്ങനെ മദ്യപിച്ച് മതോന്മത്തനായി ജീവിതം ആസ്വദിക്കുകയാണ്. 7-ാം ദിവസം രാജാവിൻ്റെ ഹൃദയം വീഞ്ഞു കുടിച്ച് സന്തുഷ്ടമായപ്പോൾ വാഷ്തി രാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ ആനയിക്കുവാൻ അഹസ്വേരുസ് രാജാവ് കൊട്ടാരത്തിലെ സേവകന്മാർക്ക് നിർദ്ദേശം നൽകി. അപ്പോൾ 7 ദിവസമായിട്ട് വീഞ്ഞു കുടിച്ച് ആഘോഷം നടക്കുന്ന സമയത്ത് രാജാവിന് പെട്ടെന്നൊരു ആലോചന വരികയാണ്. രാജ്ഞിയെ അധികം ആളുകൾ കണ്ടിട്ടില്ല, രാജ്ഞി എന്നും അന്തപുരത്തിലാണ്. അപ്പോൾ നാട്ടിലെ ആളുകൾ സുന്ദരിയായ രാജ്ഞിയെ കാണണം എന്ന് രാജാവിനൊരു മോഹം. അതുകൊണ്ട് കിരീടമൊക്കെ ധരിച്ച് രാജ്ഞിയോട് കടന്നു വരുവാനായിട്ട് സേവകന്മാരെ അയച്ച് അറിയിച്ചു. 12-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങ് വായിക്കുകയാണ്, രാജകൽപ്പന അനുസരിച്ച് വരുന്നതിന് വാഷ്തി രാജ്ഞി വിസമ്മതിച്ചു. തന്മൂലം രാജാവ് കോപിച്ചു, കോപം ഉള്ളിൽ ആളിക്കത്തി. രാജാവ് മദ്യപിച്ച് ആഘോഷമാക്കിയ സമയത്താണ് രാജ്ഞിയോട് രാജകീയ വസ്ത്രം ധരിച്ച് കിരീടം ധരിച്ചുകൊണ്ട് ഈ സദ്യ നടക്കുന്ന സ്ഥലത്തേക്ക് വരുവാൻ ഭൃത്യന്മാരെയും സേവകന്മാരെയും പറഞ്ഞയച്ചു. അവർ വന്നില്ല. വരാതിരുന്ന സമയത്ത് രാജാവിൻ്റെ ഉള്ളിൽ കഠിനമായ കോപം ആളിക്കത്തി. അതുകൊണ്ട് തന്നെ രാജാവ് അവിടെ വന്ന ആളുകളോട്
ജ്ഞാനികളോടും പ്രഭുക്കന്മാരോടുമായ 7 പേരോട് രാജാവ് ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ രാജ്ഞിയോട് ഇവിടെ വരാൻ പറഞ്ഞു, അവൾ അനുസരിച്ചില്ല. ഈ അനുസരിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടിയായിട്ട് പറഞ്ഞതുണ്ട്. 17-ാമത്തെ വാക്യം, 1:17. രാജ്ഞിയുടെ ഈ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവർ അവജ്ഞയോടെ വീക്ഷിക്കുന്നതിനിടയാക്കുകയും ചെയ്യും. ഇപ്പോൾ രാജ്ഞി ഭർത്താവായ രാജാവ് വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞ് നാട്ടിലറിയും. നാട്ടിലറിഞ്ഞാൽ എന്ത് സംഭവിക്കും? രാജ്ഞിയുടെ ഈ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവർ അവജ്ഞയോടെ വീക്ഷിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും. രാജ്ഞിയുടെ പ്രവൃത്തി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെ പെണ്ണുങ്ങൾ ആരും തന്നെ ഭർത്താക്കന്മാരെ മാനിക്കില്ല, ഭർത്താക്കന്മാർ പറയുന്നതൊന്നും അനുസരിക്കില്ല. കാരണം രാജ്ഞി രാജാവിനെ അനുസരിക്കുന്നില്ല എന്നുള്ള രാജ്യത്ത് അരാജകത്വം, കുടുംബത്ത് അരാജകത്വം ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ 19-ാമത്തെ വാക്യത്തിൽ കടന്നു വരുന്ന സമയത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്: രാജ്ഞി പദം അവളേക്കാൾ ശ്രേഷ്ഠയായ ഒരുവൾക്ക് രാജാവ് നൽകുകയും ചെയ്യട്ടെ. അപ്പോൾ രാജ്ഞി അനുസരിച്ചില്ല, രാജാവ് സ്വയം തീരുമാനമെടുക്കുന്നില്ല, സുഹൃത്തുക്കളോട് ഒരു ആലോചന ചോദിക്കുന്നു. അവർ പറയുന്നു രാജ്ഞി ഇതനുസരിച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടിലെ സ്ത്രീകൾ ആരും ഭർത്താക്കന്മാരെ അനുസരിക്കില്ല, അത് നാട്ടിലും കുടുംബങ്ങളിലും അരാജകത്വം ഉണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരൊരു നിർദ്ദേശം നൽകും: രാജ്ഞി പദം അവളേക്കാൾ ശ്രേഷ്ഠയായ ഒരുവൾക്ക് രാജാവ് നൽകുകയും ചെയ്യട്ടെ. അപ്പോൾ ഇവളേക്കാൾ, വാഷ്തി രാജ്ഞിയേക്കാൾ ശ്രേഷ്ഠയായ, സുന്ദരിയായ, ബുദ്ധിയുള്ള, അറിവുള്ള, വിവേകവതിയായ മറ്റൊരു സ്ത്രീയെ രാജാവ് വിവാഹം കഴിക്കുകയും അവളെ രാജ്ഞിയാക്കുകയും ചെയ്യുക എന്ന് നിർദ്ദേശം കിട്ടി. മാത്രമല്ല ഇതിനോട് ചേർന്ന് ഒരു നിർദ്ദേശം, കൽപ്പന പോലെ കൊടുക്കുകയും ചെയ്തു. 22-ാമത്, പുരുഷന്മാർ വീടുകളിൽ നാഥന്മാരായിരിക്കുന്ന രാജാവ് തൻ്റെ സകല പ്രവിശ്യകളിലേക്കും എഴുത്തുകൾ അയച്ചു. ഈ രാജ്ഞിയെ സ്ഥാനത്തുനിന്ന് മാറ്റിയതിന് ശേഷം ഈ രാജ്യത്തിലുള്ള 127 പ്രവിശ്യകളിലുള്ള പ്രവിശ്യയുടെ ഭരണാധികാരികൾക്കും ജനത്തിനുമായിട്ടൊരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്താണ്? പുരുഷന്മാർ വീടുകളിൽ നാഥന്മാരായിരിക്കണമെന്ന് രാജാവ് തൻ്റെ സകല പ്രവിശ്യകൾക്കും എഴുത്തുകൾ അയച്ചു. കുടുംബത്തിൻ്റെ നേതൃത്വം ഭർത്താവിനാണ്. ഭാര്യ ഭർത്താവിന് വിധേയമായി നിൽക്കണം, ഭർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചു. ആ കത്തയക്കുമ്പോൾ ഇനി ആരെങ്കിലും പോയിട്ട് ഇനി അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയിലുമാണ് എഴുതിയത്. ഇപ്പോൾ ലിപിയുള്ള ഭാഷകൾക്ക് ലിപിയിൽ എഴുതി കൊടുത്തു. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാതിരിക്കുകയാണെങ്കിൽ വേണ്ടി പറയുകയാണ്, ഇപ്പോൾ ചില ഭാഷകൾക്ക് ലിപിയില്ല, ഭാഷ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ മംഗലാപുരത്തേക്കൊക്കെ പോകുന്ന സമയത്ത് മംഗലാപുരം ടൗൺ എത്തുകയും മംഗലാപുരത്തിനും ഉടുപ്പിയിലുള്ള സ്ഥലത്ത് പോകുമ്പോൾ അവിടെ തുളു എന്നൊരു ഭാഷയാണ്. അവിടെയുള്ള ആളുകൾ തുളു ഭാഷയാണ് സംസാരിക്കുന്നത്. അതിന് ആ ഭാഷയ്ക്ക് ലിപിയില്ല, കന്നഡ ലിപിയാണ് അവർ ഉപയോഗിക്കുന്നത്. ഗോവയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കൊങ്കണി ഭാഷയാണ് പറയുന്നത്. കൊങ്കണി ഭാഷയ്ക്ക് ലിപിയില്ല. അവർ ചിലപ്പോൾ ഇംഗ്ലീഷ് ലിപിയിലും ചില സമയത്ത് ഹിന്ദിയിലും ചില സമയത്ത് മറാഠിയിലൊക്കെയാണ് അവർ വിവിധ ഭാഷകൾ അറിയാം. പക്ഷെ അവരവരുടെ വീടുകളിൽ കൊങ്കണി കമ്മ്യൂണിറ്റിയിലുള്ളിൽ അവർ കൊങ്കണി ഭാഷയാണ് സംസാരിക്കുന്നത്. കൊങ്കണി ഭാഷയ്ക്ക് ലിപിയില്ല, അത് മറ്റു ഭാഷകളാണ് എഴുതുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ ഒരുപാട് ഭാഷകളുണ്ട്. ആ ഭാഷകൾ പലപ്പോഴും എഴുതുന്നത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലൊക്കെയാണ് ലിപിയായിട്ട് ഉപയോഗിക്കുന്നത്. ലിപികൾ ഇല്ലാത്ത ഭാഷയാണ്. ഇവിടെ പറയുന്നു ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയിലുമാണ് എഴുതിയത്. അപ്പോൾ ഇതുപോലുള്ള ഇനി ആരെങ്കിലും അറിഞ്ഞില്ല എന്ന് ഒരു പരാതി വരരുത്. അതുകൊണ്ട് ഓരോ ആൾക്കാർക്കും അവരുടെ ലിപിയിലും അവരുടെ ഭാഷകളിലും ഈ കത്ത് അയച്ചു. 2-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം വരുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നു: രാജ്ഞിയെ തിരഞ്ഞെടുക്കണമല്ലോ. ആ രാജ്ഞിയെ തിരഞ്ഞെടുക്കുന്ന ഭാഗമായിട്ട് തലസ്ഥാനമായ സൂസയിലെ അന്തപുരത്തിൽ സൗന്ദര്യമുള്ള സകല യുവകന്യകമാരെയും കൊണ്ടുവരട്ടെ, അവർക്ക് വേണ്ട ലേപന വസ്തുക്കളും കൊടുക്കട്ടെ. രാജാവിന് ഇഷ്ടപ്പെട്ട കന്യക വാഷ്തിക്ക് പോലെ രാജ്ഞിയാകട്ടെ. ഇത് രാജാവിന് ഇഷ്ടപ്പെട്ടു, അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ ഒരു പ്രത്യേകത നമ്മളിവിടെ കാണുകയാണ്. ഈ രാജ്ഞി പദത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കന്യകകളായിട്ടുള്ള യുവതികളെ മാത്രമാണ് ഇവിടെ വിളിച്ചു വരുത്തുന്നത്. അപ്പം കന്യകയാണ് രാജ്ഞിയാവുന്നത്. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറിയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ലുത്തിനിയെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭാവാന്മാരുടെ രാജ്ഞി, വന്ദകരുടെ രാജ്ഞി, രക്തസാക്ഷികളുടെ രാജ്ഞി, അപ്പോസ്തലന്മാരുടെ രാജ്ഞി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് മറിയത്തെ രാജ്ഞി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. മറിയത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് കന്യക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കന്യകമാരുടെ രാജ്ഞി. ഇവിടെ രാജ്ഞി പദത്തിലേക്ക് ആളുകളെ ചിന്തിക്കുന്ന സമയത്ത് കന്യകകളെയാണ് പരിഗണിക്കുന്നത്.
ഇനി അവിടെയാണ് നമ്മൾ കാണുന്ന മൊർദോക്കോയ് എന്നൊരു മനുഷ്യനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പുത്രിയാണ് എസ്തർ. ഇവരെല്ലാം അടിമകളായിട്ട് വന്നതാണ്. എസ്തറിൻ്റെ മാതാപിതാക്കൾ അകാലമായി അല്ലെങ്കിൽ കാലമെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി. ആ മരിച്ചതിന് ശേഷം മൊർദോക്കോയാണ് ഈ പെൺകുട്ടിയെ വളർത്തുന്നത്. അവൾ അടിമയാണ്. സ്വാതന്ത്ര്യമൊന്നും ഇല്ല എങ്കിൽ പോലും കിട്ടുന്ന പരിമിതമായ സ്വാതന്ത്ര്യമുള്ള സമയത്ത് അമ്മയുടെ സഹോദരനായ മൊർദോക്കോയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ രാജ്ഞിയെ തിരഞ്ഞെടുക്കുന്നതിന് സമയത്ത് യഹൂദന്മാരോട് ആ നാട്ടിൽ പലർക്കും ഒരു എതിർപ്പും വിദ്വേഷവും ഉണ്ടായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം യഹൂദന്മാരായിട്ടുള്ള ആളുകൾ അടിമകളായിട്ടാണ് വന്നിരുന്നെങ്കിലും അവർ സൗന്ദര്യമുള്ളവരും ബുദ്ധിയുള്ളവരുമായിരുന്നുകൊണ്ട് മിക്കവാറും നല്ല കഴിവുള്ള ആളുകളെ മുഴുവൻ രാജാവ് വിവിധങ്ങളായ രാജ്യഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചുമതല ഏൽപ്പിച്ചിരുന്നു. ആ ചുമതല ഏൽപ്പിച്ചിരുന്നുകൊണ്ട് ന്യൂനപക്ഷമാണ് അടിമകളായിരുന്നെങ്കിൽ പോലും അവരാണ് ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ പലപ്പോഴും വ്യാപരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് അവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള ആളുകൾക്കും മറ്റ് വംശത്തിലും കുലത്തിലും ഗോത്രത്തിലും പെട്ട ആളുകൾക്ക് യഹൂദന്മാരോട് ഒരു വിദ്വേഷമുണ്ടായിരുന്നു. നമ്മളവിടെ കാണുന്നുണ്ട് രാജാവിനെ ഈ അഹസ്വേരുസ് രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഭരണ കേന്ദ്രങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയാണ് ഹാമാൻ. ആ ഹാമാനെ മൊർദോക്കോയും രാജാവിൻ്റെ ജീവനക്കാരിൽ ഒരാളാണ്. മൊർദോക്കോയി ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആരോപണങ്ങളും ഉണ്ടാക്കുകയും യഹൂദന്മാരായിട്ടുള്ള ആളുകളെ മുഴുവനും രാജ്യത്തുനിന്ന് പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ ഒരു കൂട്ടക്കൊല നടത്തി അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യണമെന്നൊരു പദ്ധതി ഹാമാൻ്റെ മനസ്സിൽ കടന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കന്യകമാരെ രാജ്ഞീപദത്തിലേക്ക് പരിഗണിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് എസ്തറിൻ്റെ ഉപദേശം കൊടുത്തു. 2-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. തൻ്റെ വംശമോ കുലമോ എസ്തർ ആർക്കും വെളിപ്പെടുത്തിയില്ല. അതാരോടും പറയരുതെന്ന് മൊർദോക്കോയ് അവളോട് കൽപ്പിച്ചു. യഹൂദ വംശത്തിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട പെൺകുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പരിഗണിക്കപ്പെടാതെ പോകും. അതുകൊണ്ട് ഇതാരോടും വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ യുവതികളുടെ സൗന്ദര്യവർദ്ധനത്തിന് 6 മാസം മീറാ തൈലവും 6 മാസം സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പരിചരണ പരിപാടി നിശ്ചയിച്ചിരുന്നു. ഇപ്പോൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് കല്യാണമൊക്കെ അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് ബ്യൂട്ടി പാർലറിൽ പോയി അതിൻ്റെ ഒരുക്കം തുടങ്ങി പല വിധത്തിലുള്ള മസാജിങ്ങും പലതരത്തിലുള്ള കെമിക്കലുകൾ അപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ വിവാഹത്തിന് അല്ലെങ്കിൽ രാജ്ഞീപദം തിരഞ്ഞെടുക്കുന്നതിന് 6 മാസം മുമ്പ് തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. യുവതികളുടെ സൗന്ദര്യവർദ്ധനത്തെ 6 മാസം മീറാ തൈലവും 6 മാസം സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പരിചരണ പരിപാടി നിശ്ചയിച്ചിരുന്നു. അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്ത് നടക്കുന്ന പരിശീലനങ്ങളൊക്കെ നടക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ വരുന്നത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സന്ധ്യയ്ക്ക് അവൾ പോയിട്ട് രാവിലെ ഉപനാരികളിൽ അന്തപുരത്തിലേക്ക് മടങ്ങും. രാജാവിന് അവളിൽ പ്രീതി തോന്നുകയും അവളെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും രാജസന്നിധിയിൽ പോവുകയില്ല. അപ്പോൾ ഒരു സിസ്റ്റം അവിടെ വെച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടികളെ മുഴുവൻ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. രാജാവിന് പ്രീതി തോന്നുകയാണെങ്കിൽ അവരെ വീണ്ടും വിളിപ്പിക്കും, ഇല്ലെങ്കിൽ വിളിക്കില്ല. വിളിപ്പിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് അവർ പോവുകയുമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. 17-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. കാണുന്നവരുടെ എല്ലാം പ്രീതി എസ്തർ നേടിയിരുന്നു. രാജാവ് മറ്റുള്ള സ്ത്രീകളെക്കാൾ കൂടുതൽ എസ്തറിനെ സ്നേഹിച്ചു. അവൻ്റെ മുൻപിൽ സകല കന്യമാരേക്കാൾ അധികം അവൾ പ്രീതിയും ആനുകൂല്യവും നേടി. തന്മൂലം അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വാഷ്ടിക്ക് പകരം രാജ്ഞിയാക്കി. ഇപ്പോൾ വിരുന്ന് നടക്കുന്നു. നമ്മൾ ഈ ഒരു ആംഗിൾ മാത്രമാണ് ഇന്ന് ഫോക്കസ് ചെയ്ത് ചിന്തിക്കുന്നത്. വലിയൊരു വിരുന്ന് നടക്കുന്നു. അത് 7 ദിവസം നടക്കുന്ന വിരുന്ന് നടക്കുന്നു. 6 മാസത്തെ ആഘോഷം നടക്കുന്നു. ആ വിരുന്നിന് അവസാനം സമയം കടന്നു വരുന്ന സമയത്ത് ഈ വിരുന്നിൻ്റെ ഭാഗമായി നമ്മൾ കാണുന്നു വാഷ്ടി രാജ്ഞിയെ വിളിപ്പിക്കുന്നു. രാജാവ് വിളിച്ചിട്ടും രാജ്ഞി രാജസദസ്സിലേക്ക് കടന്നു വരുന്നില്ല. ആ കടന്നു വരാതിരുന്ന സമയത്ത് രാജാവ് കോപിക്കുന്നു. രാജാവ് ഉപദേശമാരായുന്നു. ആ ഉപദേശം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്ത്രീകളാരും ഭർത്താക്കന്മാരെ അനുസരിക്കില്ല. അത് നാട്ടിലും കുടുംബങ്ങളിലും വീടുകളിലും സമൂഹത്തിലും സമുദായത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് രാജ്ഞിയെ നീക്കം ചെയ്യുക, മറ്റൊരാളെ രാജ്ഞിയാക്കുക. അല്ലെങ്കിൽ വിരുന്നിൻ്റെ അവസാനം സംഭവിക്കുന്നത് രാജ്ഞിക്ക്
രാജ്ഞി പദം നഷ്ടപ്പെട്ടു. നമ്മൾ നേരത്തെ ദാനിയേൽ പ്രവചന പുസ്തകത്തിലെ വിരുന്ന് കണ്ട സമയത്ത് രാജാവിന് ജീവൻ നഷ്ടപ്പെടുന്നു, രാജ്യം നഷ്ടപ്പെടുന്നു. ഇവിടെ രാജ്ഞിക്ക് രാജ്ഞി പദം നഷ്ടപ്പെടുന്നു. ഈ രാജ്ഞി പദം നഷ്ടപ്പെട്ടെങ്കിലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അടിമയായി കടന്നു വന്ന പെൺകുട്ടി രാജ്ഞിയായി മാറി. അല്ലെങ്കിൽ രാജ്ഞിയുടെ അനുസരണമില്ലായ്മ, അനുസരണവും വിധേയത്വമുള്ള മറ്റൊരു പെൺകുട്ടിക്ക് രാജ്ഞി പദത്തിലേക്ക് കടന്നു വരുവാൻ പാരമ്പര്യത്തിൻ്റെ പിൻബലമൊന്നുമില്ല. അടിമയാണ്, പക്ഷെ രാജ്ഞി പദത്തിലേക്ക് കടന്നു വരാൻ ദൈവം സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മുടെക്കാൾ കഴിവും അറിവും യോഗ്യതയുമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും മറ്റ് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ കഴിവുകളില്ലാത്ത പലരെയും ദൈവം ഉയർത്തുന്നു. മറിയം സ്തോത്രഗീതത്തിൽ പറയുന്നത് എളിമയുള്ളവരെ ഉയർത്തുന്നു, അഹങ്കരിക്കുന്നവരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുന്നു. ഇത് ലോകത്തിൽ എവിടെയും ദൈവിക ഇടപെടൽ നടക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. ഈ സംഭവത്തിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ വിരുന്നിൻ്റെ ഒരു ആംഗിളാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾ കാണുന്നുണ്ട് രാജാവിൻ്റെ മന്ത്രിസഭയിലെ അല്ലെങ്കിൽ വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട ഹാമാൻ യഹൂദരായിട്ടുള്ള മുഴുവൻ ആളുകളെയും, പ്രത്യേകിച്ച് മൊർദെഖായിയെയും കുടുംബത്തെയും കൊന്നുകളയാനായിട്ട് ഗൂഢപദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഒരു സമയോചിതമായ ഇടപെടൽ മൂലം മൊർദെഖായിയുടെ നിർദ്ദേശപ്രകാരം എസ്തർ രാജാവിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. രാജാവിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന വലിയ റിസ്ക്കാണ്. കാരണം രാജാവ് ക്ഷണിക്കാതെ രാജസദസ്സിലേക്ക് കടന്നു ചെല്ലാൻ രാജ്ഞിക്ക് അനുവാദമില്ല. നീ ക്ഷണിച്ചിട്ടും വാഷ്തി രാജ്ഞി വരാതിരുന്നുകൊണ്ടാണ് അവൾ സ്ഥാനഭ്രഷ്ടയാക്കപ്പെടുകയും എസ്തറിന് ഈ സ്ഥാനം കിട്ടുകയും ചെയ്തത്. 7-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യം എങ്ങനെയാണ്? രാജാവ് അങ്ങനിൽ സമ്മതമാണ്, രാജാവിന് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് എൻ്റെ അപേക്ഷ, എൻ്റെ ജനത്തെ രക്ഷിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. രാജസദസ്സിൽ കടന്നു ചെല്ലുന്നു. ആദ്യം മൊർദെഖായി ഈ നിർദ്ദേശം പറഞ്ഞ സമയത്ത് എസ്തറിന് കടന്നു ചെല്ലുവാൻ അല്പം ഭയമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അവൾ 3 ദിവസം ഉപവസിച്ച്, അവളും അവളുടെ തോഴിമാരും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനം മുഴുവൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജാവ് വിളിക്കാതെ തന്നെ കടന്നു ചെല്ലുന്നു. ആ കടന്നു ചെല്ലുന്ന സമയത്ത് രാജാവ് എന്താണ് നിൻ്റെ നിയോഗമെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ, എൻ്റെ ജനത്തെ രക്ഷിക്കണമെന്ന് എൻ്റെ ആവശ്യം. ഇക്കാര്യം പറഞ്ഞ സമയത്ത് രാജാവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. ഹാമാൻ നടത്തിയ ഗൂഢാലോചന മനസ്സിലാക്കുന്നു. മൊർദെഖായിയെ കൊല്ലുവാൻ വേണ്ടി ഹാമാൻ ഒരു കഴുമരം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. 7-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവനെ അവർ തൂക്കി. രാജാവിൻ്റെ കോപം ശമിച്ചു. മൊർദെഖായിയെയും യഹൂദവംശത്തെ മുഴുവൻ തൂക്കിക്കൊല്ലാൻ വേണ്ടിയാണ് ഈ വലിയൊരു കഴുമരം ഉയർത്തിയത്. ഹാമാൻ്റെ ഗൂഢാലോചന രാജാവിന് മനസ്സിലായ സമയത്ത് രാജാവ് മൊർദെഖായിയെ കൊല്ലുവാൻ വേണ്ടി ഹാമാൻ ഉണ്ടാക്കിയ കഴുമരത്തിൽ ഹാമാനെ തന്നെ തൂക്കിക്കൊല്ലുന്നു. 8-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, രാജാവ് ഹാമാനിൽ നിന്നെടുത്ത് തൻ്റെ മുദ്രമോതിരം മൊർദെഖായിക്ക് കൊടുത്തു. എസ്തർ മൊർദെഖായിയെ ഹാമാൻ്റെ ഭവനം ഏൽപ്പിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമയായി വന്നു, വലിയ പീഡകളൊക്കെ നേരിടുന്നു. പേരിടുന്നതുകൊണ്ട് ഈ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാനായിട്ട് കഴിഞ്ഞു. നമ്മൾ പിന്നീട് കാണുന്നു ഇതിൻ്റെ അവസാനം 9-ാമത്തെ അധ്യായത്തിൽ ഈ വലിയ ദുരന്തത്തിൽ നിന്ന്, അല്ലെങ്കിൽ യഹൂദനെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യുവാനായിട്ട് ഹാമാൻ ഒരുക്കിയ പദ്ധതിയിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് അവരിങ്ങനൊരു തീരുമാനമെടുക്കുന്നു. 9-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഓരോ വർഷം ഈ സമയത്ത് ഈ 2 ദിവസങ്ങളും ഓരോ തലമുറയിലും ഓരോ കുടുംബത്തിലും പ്രവിശ്യയിലും നഗരത്തിലും ഓർമ്മിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും പുരീം ദിനങ്ങൾ മറന്നുകളയോ ഈ ദിനങ്ങളുടെ ഓർമ്മ തങ്ങളുടെ സന്തതികളുടെ നിന്ന് മാഞ്ഞു പോവുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി യഹൂദർ നിയമം നിർമ്മിക്കുകയും അപ്രകാരം ആചരിച്ച് പോരുകയും ചെയ്യും. യഹൂദന്മാരുടെ ഒരു ഉത്സവമായി ഈ ദിവസം ഹാമാനെ കൊലപ്പെടുത്തുകയും മൊർദെഖായിക്ക് രാജകീയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും യഹൂദന്മാർ ഒരു കൂട്ടക്കൊല എന്ന് രക്ഷപ്പെട്ടതിനെ അനുസ്മരിച്ചുകൊണ്ട് പുരീം എന്ന ഉത്സവം അവർ ആഘോഷിക്കാൻ തുടങ്ങി. 31-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, യഹൂദർ തന്നെ തങ്ങളുടെ സന്തതികൾക്ക് വേണ്ടി ഉപവാസത്തെയും വിലാപത്തെയും കുറിച്ച് തീരുമാനിച്ചതുപോലും ആചരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഉത്സവം നടത്തിയിരുന്നത്.
ഇത് തലമുറ തലമുറയായിട്ട് ഇത് സംഭവിക്കുന്നു. 10-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യം നമ്മളിങ്ങനെ, കർത്താവ് തൻ്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു, ഈ തിന്മകളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ മോചിച്ചിരിക്കുന്നു. ഇപ്പോഴും ഈ ഉത്സവം ഇസ്രായേൽക്കാരുടെ വിവിധ ഉത്സവങ്ങളുണ്ട്. ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ, ഫീസ്റ്റ് ഓഫ് വീക്സ്, ആഴ്ചവട്ട തിരുനാൾ, ഫീസ്റ്റ് ഓഫ് പാസോവർ, അങ്ങനെ പല ഉത്സവങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു അവരാഘോഷിക്കുന്നൊരു ഉത്സവമാണ് ഈ ദിവസത്തിൽ വീടുകൾ മുഴുവൻ വെളിച്ചം പ്രകാശിക്കുകയും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്ത് ഇപ്പോഴും ഈ തിരുനാൾ അവരാഘോഷിക്കുന്നു. എസ്തറിൻ്റെ രാജ്ഞി പദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്തകൾ ഇപ്പോഴും അവരുടെ ഇടയിൽ തലമുറ തലമുറയായി അടുത്ത തലമുറയിലേക്ക് അവർ കൈമാറ്റം ചെയ്യപ്പെടുന്നു. യോഗ്യതയില്ലായിരുന്നിട്ടും രാജ്ഞിയായി മാറുന്നു. മറിയത്തിൻ്റെ കാര്യത്തിന് ഇത് തന്നെ സംഭവിക്കുന്നത്. യോഗ്യതയില്ലെങ്കിലും അല്ലെങ്കിൽ ദൈവം കൽപ്പിച്ചു നൽകിയ യോഗ്യത അനുസരിച്ച് യേശുവിന് ജന്മം കൊടുക്കാൻ മറിയത്തിന് സാധിക്കുന്നു. രാജാതി രാജാവായി യേശു മാറുന്നു. യേശുവിൻ്റെ അമ്മ എന്ന നിലയിൽ രാജ്ഞിയായി, അമ്മ മഹാറാണിയായി മറിയം മാറുകയും ചെയ്തു. സോളമൻ രാജാവാകുന്ന സമയത്ത്, സാവൂൾ രാജാവായിരുന്ന സമയത്ത് സാവൂളിൻ്റെ ഭാര്യയായിരുന്നു രാജ്ഞി. ദാവീദ് രാജാവായിരുന്ന സമയത്ത് ദാവീദിൻ്റെ ഭാര്യയായിരുന്നു രാജ്ഞി. എന്നാൽ സോളമൻ 13 വയസ്സിലാണ് രാജാവായത്. വിവാഹം കഴിച്ചിരുന്നില്ല. അന്ന് മുതൽ അമ്മ മഹാറാണി ആയിരുന്ന ബത്ശബയെ അമ്മ മഹാറാണി എന്ന് തസ്തിക കൊടുത്തുകൊണ്ട് രാജാവിൻ്റെ ഒപ്പം തന്നെ കസേരയിട്ട് ഇരുത്തുന്നു. മാത്രമല്ല ഒരു ടൈറ്റിൽ കൊടുക്കുകയും ചെയ്യുന്നു. ഗബീറ എന്നാണ് എബ്രായ ഭാഷയിൽ ഇതിനെ വിളിക്കുന്നത്. മഹതിയായ സ്ത്രീ, മഹാരാജ്ഞി എന്നൊക്കെ ഇതിനെ വിവക്ഷിക്കാം. രാജാവ് ഇരിക്കുന്നത് പോലെ തന്നെയുള്ള വിവിധ രത്നങ്ങളും ആനക്കൊമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ മനോഹരമായ ഒരു സിംഹാസനത്തിലാണ് അമ്മ മഹാരാജ്ഞി ഇരുന്നിരുന്നത്. അതിനുശേഷം പിന്നീട് സോളമനെ തുടർന്ന് കടന്നു വന്ന 17 രാജാക്കന്മാരുടെ പട്ടിക പറയുന്ന സമയത്ത് പലപ്പോഴും ഈ യഹൂദ രാജാക്കന്മാരുടെ കാര്യം പറയുന്ന സമയത്ത് അമ്മയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അത് വംശാവലി മുന്നോട്ട് പോകുന്നത്. ഇസ്രായേൽ രാജാക്കന്മാരുടെ പേര് പറയുന്ന സമയത്ത് അവരുടെ അപ്പന്മാരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് വംശാവലി മുന്നോട്ട് പോകുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നു, ഒന്ന് അമ്മമാരുടെ പേര് പറഞ്ഞുകൊണ്ട് വംശാവലി മുന്നോട്ട് പോകുന്നു. 2 ഈ അമ്മമാരെല്ലാവരും തന്നെ സോളമൻ്റെ കാലം തൊട്ട്, സോളമൻ്റെ കാലത്ത് ബത്ശബയായിരുന്നു മഹാറാണിയായത്. അതിനെ തുടർന്ന് വന്ന് അവിടെ അമ്മമാരാണ് തുടർന്ന് വന്ന 17 രാജാക്കന്മാരുടെ കാലത്തും മഹാരാജ്ഞിയായി കടന്നു വന്നത്. നമ്മൾ വംശാവലി ഗ്രന്ഥം പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14 തലമുറകൾ, ബാബിലോൺ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14 തലമുറകൾ, അല്ലെങ്കിൽ ഈ 28 തലമുറകളുടെ കാലത്ത് 14 തലമുറകളിൽ രാജാക്കന്മാരോ മഹാറാജ്ഞിമാരോ ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിൻ്റെ കാലം വരുന്ന സമയത്ത് വീണ്ടും ബത്ശബയും സോളമൻ്റെയും കാലത്തുണ്ടായിരുന്ന അതേ അനുഭവ തലത്തിലേക്ക് ആത്മീയമായിട്ട് വിശ്വാസികൾ കടന്നു വരുന്നു. യേശുവിനെ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവും മഹാരാജാവും ചക്രവർത്തിയുമായിട്ട് ജനം മനസ്സിൽ കാണുന്നു. അതേസമയം അതോടൊപ്പം തന്നെ യേശുവിൻ്റെ അമ്മയായ മറിയത്തെ മഹാറാണിയായി, മഹാരാജ്ഞിയായി, അല്ലെങ്കിൽ സ്വർഗത്തിലെ രാജ്ഞിയായി ജനം ആത്മീയമായ കണ്ണുകളോടെ കാണുകയും ചെയ്തു. എസ്തറിൻ്റെ പുസ്തകം നമ്മളെ ആത്മീയമായി ഉണർത്താൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിരുന്നുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് ദൈവാലോചന ചോദിച്ച്, ഇന്നും നമ്മുടെ വീടുകളിലൊക്കെ വിരുന്ന് നടക്കുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഏതെങ്കിലും വീട്ടിൽ വിവാഹം ക്ഷണിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിന് തലേ ദിവസം ക്ഷണിക്കപ്പെടുന്ന വീടുകളിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് യുവാക്കളോടും പുരുഷന്മാരോടൊക്കെ പറയും, മുകളിലൊന്ന് പോയിട്ട് വരാൻ പറയും. മുകളിലേക്ക് അവരെ മാത്രം ക്ഷണിക്കും. സ്ത്രീകളെയും കുട്ടികളെയും ഭക്ഷണം വിളമ്പുന്ന അടുത്തേക്ക്, അല്ലെങ്കിൽ ആളുകൾക്ക് വർത്തമാനം പറഞ്ഞിരിക്കുന്നിടത്ത് ക്ഷണിക്കും. സ്ത്രീകളും കുട്ടികളും ഒന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ മുകളിലേക്ക് പോയി താഴോട്ട് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായി കാണും. അവിടെ ഒരു മദ്യവിരുന്ന് നടക്കുകയാണ്. വിവാഹത്തോടനുബന്ധിച്ച് ജനത്തെ സന്തോഷിപ്പിക്കാനാണ് ഈ മദ്യവിരുന്ന് നടക്കുന്നത്. ഇവിടെ രാജാവ് മദ്യപിച്ച് മധുമന്മത്തനായി എടുത്ത ഒരു തെറ്റായ തീരുമാനം രാജ്ഞിയുടെ രാജ്ഞിപദം നഷ്ടപ്പെടുത്തി. നിങ്ങളുടെ കുടുംബങ്ങളിലും ഇതുപോലുള്ള വിവാഹവും വിരുന്നും, വിവാഹം മാത്രമല്ല, ഇപ്പോൾ കല്യാണം ഉറപ്പിക്കുന്നു, മനസ്സമ്മതം, വിവാഹം, ഇല്ലെങ്കിൽ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകുന്നു, ഇല്ലെങ്കിൽ ആദ്യത്തെ കുഞ്ഞിൻ്റെ മാമോദീസ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ, വിവാഹ വാർഷികം, ഇതൊക്കെ മദ്യപിക്കുന്നതിനുള്ളൊരവസരമായി മാറുകയും
അത് നമ്മുടെ കുടുംബങ്ങളിൽ തിന്മയുടെ ഘടകങ്ങൾ കയറിപ്പറ്റുവാൻ ഇടയാക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ചിന്തകൾ നമ്മളെ ആത്മീയമായി ഉണർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എസ്തേറിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് മദ്യപാനം അല്ലെങ്കിൽ അഹങ്കാരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന പരിശ്രമം, ഇതിലുണ്ടാകുന്ന വീഴ്ച, ആ കുടുംബത്തിലുണ്ടാക്കുന്ന അസ്വസ്ഥതയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നുള്ളൂ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഇത്തരം തിന്മകളിൽ നിന്ന് മോചനം കിട്ടുവാനും, കർത്താവെ, ഇപ്പോഴും ഇതിൻ്റെ ഒരു സ്വാധീനം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഇത് പ്രോഗ്രാം കാണുകയും കേൾക്കുന്നവരെയും ചിലരുടെ കുടുംബത്തിൽ നിന്ന് അത് നീങ്ങിപ്പോവുകയും ചെയ്യട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവ് വഴി യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിങ്കിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് ദൈവമേ, ഞങ്ങളങ്ങോട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ.